മഞ്ജൂസ് ഫുഡ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി തനി നാടൻ കറി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. മാങ്ങയുടെയൊക്കെ സീസൺ ആയിക്കഴിഞ്ഞാൽ നാട്ടിലൊരു ഇതെല്ലാ വീടുകളും പറഞ്ഞ പോലെ തന്നെ സാധാരണ എല്ലാവരും ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചെറിയൊരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു തേങ്ങ ആയതുകൊണ്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത് മൂന്നും കൂടിയിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാറില്ല ഞങ്ങളുടെ ഒരു ഏരിയയിൽ. അതായത് വള്ളവനാടൻ ഭാഗത്തൊന്നും മോരുകറി, അതുപോലെ മാമ്പഴ പുളിശ്ശേരി, സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും ചേർക്കാറില്ല. എന്നാൽ ചില ഭാഗത്തേക്കൊക്കെ ഉള്ളി ചേർത്തിട്ടും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഉള്ളിയൊന്നും ചേർക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മാങ്ങയാണ് വേണ്ടത്. നല്ല പഴുത്ത തരം മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 1 കിലോ മാങ്ങ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ചെറിയ തരം മാങ്ങയാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ അത് കിട്ടുന്നതാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ പോയപ്പോൾ ഷോപ്പിൽ ഇതാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തൊലി കൈ വെച്ചിട്ട് തന്നെ അടർത്തി മാറ്റാം. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ റിമൂവ് ചെയ്തെടുക്കുകയാണ് കറിക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. മാങ്ങ മുഴുവനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺകലം അല്ലെങ്കിൽ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്കിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള മൺകലം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നത്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഏതാണ്ട് 1 ടീസ്പൂൺ ഉപ്പ്. ഇനി വേണ്ടത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കരയാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. എങ്കിലും ഈ ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ആ കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ശർക്കരയ്ക്ക് പകരം ചിലവരൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ശർക്കരയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ശർക്കര ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിലങ്ങനെ തരിയോ കരടൊന്നും ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ കരടൊക്കെ പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് 2-3 ടേബിൾ സ്പൂൺ വരെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരത്തോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ ഉടഞ്ഞു പോവരുത് കേട്ടോ. മാങ്ങയിലേക്ക് എരിവും ഉപ്പും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം, മാക്സിമം 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ തിള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് ആവാറായി. ഇപ്പോൾ തിളയൊക്കെ നല്ലതുപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം തൈര് ഒട്ടും പുളിയില്ലാത്തതാണ്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പുളി കൂടിയ തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് പുളി വളരെ കുറവായിട്ടുള്ള തൈരായതുകൊണ്ടാണ്. ഏതാണ്ട് ഒരു 1 കിലോൻ്റെ കണ്ടെയ്നറാണ്. ഞാനിപ്പോൾ അതിലത്തെ ഒരു 3/4 ഭാഗവും തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് സൈഡിൽ നിന്നൊക്കെ തിള വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ചു പോവരുത്, പിരിഞ്ഞു പോവും. ഇപ്പം സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറി താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് താളിക്കാൻ ആവശ്യമായിട്ടുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഉലുവ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക്, പിന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ടിപ്പാണ്. അല്പം കായം പൊടിച്ചിട്ടുള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതും കൂടി കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എത്രത്തോളം ക്യാമറയിൽ അതിൻ്റെ കളർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു യെല്ലോ ഓറഞ്ചിഷ് ഒരു കളറാണ് ഇപ്പം കറിക്ക്. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോറിന് പറ്റിയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണിലെ ഓൾ കൂടി ഒന്ന് എനേബിൾ ആക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.